വി.ഡി. സതീശനാണല്ലേ. എന്താ വെച്ചാൽ മൂപ്പര് ഓപ്പൺ ആയിട്ട് പറയും. രമേശ് ചെന്നിത്തല വരാനുള്ള ചാൻസ് ഇല്ല. ആരും അർഹപ്പെട്ടവരല്ല. തമ്മില് കഴിപിടി ഉണ്ടാക്കാറല്ലാതെ അവർക്ക് മറ്റൊന്നും അറിയില്ല. നല്ലൊരു ഭരണത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് ജനങ്ങള്. പക്ഷെ സതീശനാണ് പാർട്ടിനെ നയിച്ചത്. സതീശനാണ് ഈ UDF പാർട്ടിയിലെ സീനിയോറിറ്റി ചെന്നിത്തലാണ്. വി.ഡി. സതീശൻ ഇന്ന് കേരളത്തിന് ഒരു തീപ്പൊരി മന്ത്രിനാവും. കോൺഗ്രസിന് ഒന്നില്ലേ ആ സമയത്താണ് എന്താണ് സതീശനാണ് ഏറ്റെടുത്തത്. നമസ്കാരം. പ്രവചനങ്ങളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഗ്നിപരീക്ഷ കാത്തിരിക്കുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി? തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ഒരു വാദം ഉയർന്നിരുന്നു. UDF നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും എല്ലാം വലിയ തർക്കവും പരസ്പരമുള്ള പോർവിളികളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി ഇനി കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് എന്തുത്തരമാണ് ലഭിക്കുക എന്നുള്ളതാണ്. മറുനാടൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, ജനങ്ങൾക്ക് ആരോടാണ് താല്പര്യം? 3 പേരുകളാണ് പ്രധാനമായും UDF-ന്റെ മുഖ്യമന്ത്രി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത്. KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, V.D. സതീശനുണ്ട്. ഇവരിൽ ആർക്കായിരിക്കും സാധ്യത? കോഴിക്കോട്ടെ ജനങ്ങൾ പ്രതികരിക്കുന്നു. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. V.D. സതീശനുണ്ട്, KC ഉണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇതിൽ ആര് മുഖ്യമന്ത്രി ആയാലാണെന്നാണ് ആഗ്രഹം? വി.ഡി. സതീശനാണല്ലേ. എന്താ വെച്ചാൽ മൂപ്പര് ഓപ്പൺ ആയിട്ട് പറയും. ഉള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും മൂപ്പര് ഓപ്പൺ ആയിട്ടേ പറയല്. പിന്നെ മറ്റൊരുമാതിരി പകുതി ഇറക്കിയിട്ട് പിന്നെ പറഞ്ഞ ഇതല്ല. വി.ഡി. സതീശന് പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയും. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുമ്പോ ആകെ പ്രശ്നമാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് എല്ലാ സ്റ്റേറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ആൾക്കാരാണ്. അപ്പൊ അതേമാതിരി ഇവിടെ വരരുത് എന്നുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ച വെച്ചാൽ അടുത്തത് അവര് മുന്നേറും. V.D. സതീശൻ മുഖ്യമന്ത്രി ആണെന്നാണ് ആഗ്രഹം. ആഗ്രഹം. നല്ല മനുഷ്യനാവും. ചെയ്യുക അത് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്യുക. രമേശ് ചെന്നിത്തല വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ KC വേണുഗോപാലിന്റെ പേര് അങ്ങനെ പോലും ആരെങ്കിലും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോ? KC വരുന്നതാണ്. KC അല്ല, മറ്റേ V.D. സതീശന് V.D. സതീശൻ വരാനുള്ള ചാൻസ് ആണ്. അങ്ങനെ പറയാൻ മൂപ്പരാണ് ഇപ്പൊ ഒരു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടുനടക്കുന്നതൊരു മൂപ്പരാണ് വിശ്വാസം. അതാണ് നല്ലതാണ്. ആര് വന്നാലും എന്താണെന്നറിയാം, പാർട്ടിക്ക് ആര് വന്നാലും, ഏത് രാഷ്ട്രീയക്കാരും ഏത് പാർട്ടിക്കാർ വന്നാലും ജനങ്ങൾക്ക് ഗുണമുള്ള ആയാൽ ഓർക്ക് മെച്ചം. ഇല്ലെങ്കിൽ ഓർക്ക് 5 കൊല്ലം ഓർക്ക് ഭരിക്കുക. അതുകൊണ്ടാണ് LDF ഇറങ്ങിയെന്നാണോ പറയുന്നത്? LDF-ന്റെ അങ്ങനെയല്ല. LDF-ന്റെ നല്ല ഭരണമല്ല കഴിച്ചു. അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ആര് വരണം, ആര് ഭരിക്കണം എന്നുണ്ട്. ഇപ്പൊ ഇവര് ഓരോരോ ഇത് വെച്ചിട്ടുണ്ട്. KSRTC ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതോണം പെൻഷൻ പൈസ 3000 രൂപ. അതൊക്കെ ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാകുമ്പോൾ ജനങ്ങൾ മറിച്ച് ചിന്തിക്കും. അങ്ങനെയല്ല, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രി ഇപ്പൊ ആർക്കും സ്ഥാനം ഇല്ല. ഇനി വെറുതെ പുതിയൊരാളിട്ടും കൊണ്ടുവരേണ്ടി വരും. ആരും അർഹപ്പെട്ടവരല്ല. തമ്മില് കഴിപിടി ഉണ്ടാക്കാറല്ലാതെ അവർക്ക് മറ്റൊന്നും അറിയില്ല. ഇനി അവരെ യുദ്ധം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. തീർച്ചയായിട്ടും അതാണ് താല്പര്യം. നമ്മുടെ താല്പര്യം നമ്മൾ പറയാ. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. സതീശൻ തന്നെ പാർട്ടിയെ നല്ല രീതിയിലേക്ക് എത്തിച്ചത്, ഇത്രയും ഒരു നിലവിലേക്ക് എത്തിച്ചത് സതീശനാണ്. മുഖ്യമന്ത്രി ആവണം തന്നെയാണ് താല്പര്യം. അങ്ങനെയാണ് കരുതുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അതായത് ഇപ്പം UDF ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തി. അതെ. അപ്പൊ അത് ജനങ്ങൾ സതീശൻ മുഖ്യമന്ത്രിയാൻ വേണ്ടി വോട്ട് ചെയ്താണെന്നാണ്? അല്ല, അങ്ങനല്ല. നല്ലൊരു ഭരണത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് ജനങ്ങള്. പക്ഷെ സതീശനാണ് പാർട്ടിനെ നയിച്ചത്. സതീശനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ നിയമസഭയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പാർട്ടിനെ നയിച്ച് ഇവിടെ എത്തിച്ചത് സതീശനാണ്. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് താല്പര്യം. സതീശനാവണം. നല്ലൊരു വ്യക്തിയാണ്. പല ആളുകളുടെ പേര് പുള്ളി ആവണമാണ് താല്പര്യം. പക്ഷെ നല്ലൊരു വ്യക്തിയാണ്. അത്യാവശ്യം ഒരു കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സതീശനാണ് നയിച്ചത്. പ്രത്യേകിച്ച് പുള്ളിയെ നയിച്ചത്. പുള്ളിയെ ഫസ്റ്റ് പറഞ്ഞ 102 സീറ്റ് ഇട്ടത് പുള്ളിയെ പറഞ്ഞത്. വേറെ കത്ത് ധൈര്യം ഉണ്ടായില്ല. സതീശന്റെ ആത്മവിശ്വാസം
തന്നെയാണ് വിജയത്തിന് കാരണം 100% ജനങ്ങൾ സതീശന്റെ പിന്നിലാണെന്ന് അറിയിച്ചു. 100%. എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി കൂടുതൽ വലിയ അറിവൊന്നുമില്ല. ഞാൻ അതിന് പ്രവർത്തിക്കുന്നില്ല. അല്ല, എന്താ ഞാൻ ചോദിക്കാം, ആരാണെന്നാണ് കരുതുന്നത് നിലവിൽ? അറിയില്ല. അപ്പൊ അതിലെ ഈ UDF എന്ന പാർട്ടിയിൽ സീനിയോറിറ്റി ചെന്നിത്തലാണ് ഉള്ളത്. ഇനിയിപ്പോ ഈ ചെന്നിത്തല വരുമോ ഇനി വേറെ ആരും വരുമോ എന്നുള്ള അറിയില്ല. അറിയില്ല. അത് അവരുടെ കാര്യം എന്നുള്ള അവരുടെ കാര്യമാണ്. പിന്നെ എനിക്ക് നമ്മൾ രാഷ്ട്രീയത്തിനായിട്ട് വലിയൊരു ഇല്ല ഇടപാട്. എന്നാലും ഇപ്പൊ ചെന്നിത്തല വരുന്നതാണ് കരുതുന്നത് അല്ലേ? ചെന്നിത്തല വരുന്നതാണ് നമുക്ക് കരുതണം. ശരി, ആര് വന്നാലും നന്നാമെന്നാ കരുതും. അറിയില്ല, അതറിയില്ല. VD സതീശൻ വരാൻ ആഗ്രഹം. ജന സപ്പോർട്ട് VD സതീശനാണ്. മൂപ്പരാണ് നയിച്ചുകാണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് മൂപ്പരാണ് ആക്കിയത്. രമേശ് ചെന്നിത്തല കേസിന്റെ ഒക്കെ പേരാണ് പറയുന്നത്. അപ്പൊ എല്ലാ യൂത്ത് എല്ലാരും VD VD സതീശനാണ്. VD സതീശൻ ഇന്ന് കേരളത്തിന് ഒരു തീപ്പൊരി മന്ത്രിനാവും ആയി കഴിഞ്ഞാൽ എല്ലാ കേസും തെളിയിക്കും. ഓൻ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൽ നമ്മൾ 100 സീറ്റ് പിടിക്കും. സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കുറെ കള്ളന്മാരുണ്ട്, എല്ലാ കള്ളന്മാരും കണ്ട് പിടിച്ചു കൊണ്ടുവരും. സ്വർണം കെട്ടതും പല വകുപ്പുണ്ട് ഇവിടെ. കൊല്ലം ഇങ്ങനെ റെയിൽവേക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് 50 ലക്ഷം 60 ലക്ഷം കൊടുത്തിട്ട് കൊല്ലം പെയിന്റ് അടിക്കലുണ്ട് പാലൊക്കെ. അതെല്ലാം ഇപ്പൊ ഇവിടെ ലെവലാവും. ഓൻ വന്നാല് എല്ലാ പൂന്ന് കിടക്കണ സംഗതി കിട്ടപ്പോ കളയും. ഓലെ കസ്റ്റഡിയിൽ ലേശം പോലീസെ കുറച്ച് കളിച്ചിന്. എല്ലാ കളി ഇപ്പൊ മാറും. സതീശൻ തന്നെ വരണം. തീപ്പൊരി നേതാവാ കേരളത്തിന്റെ. ആര് മുഖ്യമന്ത്രിയെ നന്നാവും? സതീശൻ. അതെന്താണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള കാരണം മുൻപ് ഇവിടെ കോൺഗ്രസിന് ഒന്നുമില്ലായിരുന്നു. ആ സമയത്താണ് സതീശനാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ സതീശൻ വരണം. സതീശനാണ് കൂടുതൽ താല്പര്യം. താല്പര്യം. എന്താണ് കാരണം? സതീശനാണല്ലോ ഇപ്പൊ ഇതൊക്കെ പൊന്തിച്ചു കൊണ്ടുവന്നത്. അതിനും കൊണ്ട് പറയാം സതീശൻ മുഖ്യമന്ത്രിയാണെന്നാണ് ആഗ്രഹിക്കുന്നത്. അഭിപ്രായം അഭിപ്രായം